ദളപതി വിജയ്ക്കെതിരെ ആദായ നികുതി വകുപ്പ് പിഴ ചുമത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ താരം സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയുമാണ്. പിഴയൊടുക്കിയത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് വിജയുടെ വാദം. എന്നാൽ ആദായ നികുതി വകുപ്പ് മറിച്ചും വാദിക്കുന്നു. തമിഴക വെട്രി കഴകം പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ് വിജയ്. തമിഴ്നാട് യാത്രയ്ക്ക് തുടക്കമിട്ട വിജയുടെ പരിപാടിയിൽ ആയിരങ്ങളായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കെയാണ് പഴയ കേസ് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നത്. 3 മാസത്തേക്ക് തീരുമാനിച്ച തമിഴ്നാട് പര്യടനം വിജയ് അടുത്ത വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 1.5 കോടി പിഴയടയ്ക്കണം എന്നാണ് ആദായ നികുതി വകുപ്പ് വിജയിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിജയ് ഹൈക്കോടതിയെ സമീപിച്ചത്. സമാനമായിട്ടുള്ള കേസിലെ ഉത്തരവ് ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് സി ശരവണൻ ആവശ്യപ്പെട്ടിരുന്നു. വിജയുടെ ഹർജി ഒക്ടോബർ 10 വീണ്ടും കോടതി പരിഗണിക്കും. പിഴ ചുമത്താനുള്ള സമയപരിധി കഴിഞ്ഞ ശേഷമാണ് ആദായ നികുതി വകുപ്പ് ഉത്തരവ് ഇറക്കിയത് എന്ന് വിജയ് കോടതിയിൽ വാദിച്ചിരുന്നു. സമയപരിധി 2022 ജൂൺ 30 എന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ ഉത്തരവിൽ പിഴവില്ല എന്നും നിയമവശം പരിശോധിച്ചാണ് നടപടിയെടുത്തത് എന്നും ആദായ നികുതി വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. കേസിന്റെ തുടക്കം ഇങ്ങനെയാണ്. 2016-17 സാമ്പത്തിക വർഷം വിജയ് 35.42 കോടി വരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന വേളയിലാണ് ബന്ധപ്പെട്ട രേഖകൾ നൽകിയിരുന്നത്. എന്നാൽ പുലി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് വിജയ്ക്ക് 15 കോടി ലഭിച്ചുവെന്നും അത് അക്കൗണ്ടിൽ കാണിച്ചില്ല എന്നും ആദായ നികുതി വകുപ്പ് പറയുന്നുണ്ട്. തുടർന്നാണ് 1.5 കോടി വിജയ് പിഴയടയ്ക്കണമെന്ന് ഉത്തരവിട്ടിരുന്നത്. ഈ ഉത്തരവിനെതിരെ വിജയ് 2022 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞാണ് ആദായ നികുതി വകുപ്പ് ഉത്തരവ് ഇറക്കിയത് എന്നും വാദിച്ചു. അന്ന് വിജയ്ക്ക് കോടതി താൽക്കാലിക ആശ്വാസം നൽകിയിരുന്നു. വിജയ് സിനിമയിൽ നിന്ന് അവധിയെടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമായ വേളയിൽ ആദായ നികുതി വിവാദം കൂടി രാഷ്ട്രീയ ചർച്ചയാക്കി എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലുടനീളം യാത്ര നടത്തുകയാണ് വിജയ്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് TVKയുടെ യാത്ര. സെപ്റ്റംബർ 20 മുതൽ ഡിസംബർ 20 വരെയാണ് നേരത്തെ യാത്ര പ്രഖ്യാപിച്ചിരുന്നത്. മധുരയിൽ സമാപിക്കുന്ന രീതിയിലായിരുന്നു ഷെഡ്യൂള്. എന്നാൽ കൂടുതൽ ജില്ലകളിലേക്ക് യാത്ര വ്യാപിപ്പിക്കാനാണ് വിജയുടെ പുതിയ തീരുമാനം. ഇതോടെ 2026 യാത്ര നീളും. ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പഴയ വിവാദം കുത്തിപ്പൊക്കി ഒരു പറ്റം ആളുകൾ രംഗത്ത് വരുന്നതും.